ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. നമുക്ക് ഹീലിങ്ങിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഹീലിംഗ് ചെയ്യേണ്ടത്, എന്താണ് ഹീലിംഗ്, എത്ര നാൾ ഹീലിംഗ് ചെയ്യണമെന്നൊക്കെ. സോ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് 2 മാസത്തെ അല്ലെങ്കിൽ ഒരു 6 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഒരു പ്രോസസ്സാണ്, ഗ്രാജ്വലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ അതിന് നമുക്ക് സമയമെടുക്കും. നമ്മളിപ്പോൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പൂ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അതിനൊരു ടൈമുണ്ട്. അതുപോലെ തന്നെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോസസ്സിന് അതിൻ്റേതായ ഒരു ടൈം ഉണ്ടായിരിക്കും. ആ ഒരു ടൈം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. സോ നമ്മൾ ആ ഒരു കാര്യത്തിനെ ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് ഒരു ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. ഇനി എന്താണ് ഹീലിംഗ്? ശരിക്കും നമ്മൾ ഹീലിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓരോ സോളാണല്ലേ. നമുക്ക് ഒരു മൈൻഡുണ്ട്, ഒരു ബോഡിയും ഉണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡിനും സോളിനും ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. അപ്പം ഇത് മൂന്നും തമ്മിലൊരു കണക്ഷനുണ്ട്. അപ്പം നമ്മുടെ ഹീലിംഗ് എന്ന് പറയുന്നത് ഈ 3 ലെവലിലും, മൈൻഡ് ലെവലിലും സോൾ ലെവലിലും ബോഡി ലെവലിലും നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുറിവ് വരുമ്പോൾ നമുക്കവിടെ വേദന വരും. നമ്മൾ അതിനെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മളതിനെ ഹീലാക്കും. അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈൻഡിനും സോളിനും ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും അതിനെ നമ്മൾ തിരിച്ചറിയാറില്ല. അങ്ങനെ തിരിച്ചറിയാറില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന മുറിവിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് മൈൻഡ് ലെവലിലോ സോൾ ലെവലിലോ നമുക്കുണ്ടാകുന്ന മുറിവുകളെ നമ്മൾക്ക് ഒട്ടും തന്നെ പ്രത്യക്ഷത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പം ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനെ പലപ്പോഴും കൺസിഡർ ചെയ്യാറില്ല. അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ലെവലിലോ സോൾ ലെവലിലോ നമുക്കുണ്ടാകുന്ന മുറിവുകളെ നമ്മൾ പലപ്പോഴും നോർമലൈസ് ചെയ്യാറാണ് പതിവ്. ഇപ്പം നമുക്കറിയാം, നമുക്കിപ്പോൾ നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല, നമുക്ക് ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വളരെ ടെൻഷനുണ്ട്, എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണലി നമ്മൾ വീക്കൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാലും എല്ലാവരും പറയുന്നത് എന്താ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ നോർമലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ ഒരു മൈൻഡ് ലെവലിലും ഒരു സോൾ ലെവലിലും ഒക്കെ നമ്മൾ കാര്യങ്ങളെ വളരെ നോർമലൈസ് ചെയ്തിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഇപ്പം നമ്മുടെ മൈൻഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡ് ഏതെങ്കിലും ഒക്കെ തരത്തിൽ പ്രശ്നം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു ഡിപ്രഷൻ പോലുള്ളൊരു അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കൊക്കെ നമ്മൾ എത്തുന്ന ആ ഒരു പോയിൻ്റ് വരെ നമ്മളതിനെ ശരിക്കും ശ്രദ്ധിക്കാറില്ലെന്നുള്ളതാണ്. പല രീതിയിലും നമ്മുടെ ബോഡിയിലൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു സിംറ്റംസ് ഒക്കെ കിട്ടിയാൽ കൂടെ, അതായത് ഇപ്പോൾ നമ്മുടെ മൈൻഡ് ലെവലിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടാകും, ആൻസൈറ്റി ഉണ്ടാകും, അതുപോലെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും, സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യാറ്. നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിൽ ഒരു സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കൊക്കെ പോകുന്നിടം വരെ നമ്മളതിനെ ഒക്കെ വളരെ നോർമലായിട്ട് ശ്രദ്ധിക്കാതെ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ശരിക്കും അതിൻ്റെ ആ ഒരു പണി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അതായത് നമ്മുടെ മൈൻഡിനെ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലെത്തുന്നതാണ് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അതല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് നമ്മുടെ മൈൻഡ് തന്നെ നമ്മളോട് പറയും, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നിനക്ക് ജീവിക്കാനുള്ള യോഗ്യതയില്ല, നീ ഒന്നിനും വൃത്തിയല്ല, നീ ഒന്ന് പോയി ചത്തൂടെ എന്നുള്ളൊരു രീതിയിൽ നമ്മളോട് തന്നെ നമ്മുടെ മൈൻഡ് പറഞ്ഞ് നമ്മളെ ഒരു സൂയിസൈഡൽ പോയിന്റിലേക്കൊക്കെ അങ്ങനത്തെ ഒരു തോട്ടൊക്കെ തന്ന് നമ്മളെ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെയാണ് നമ്മൾ ഈ ഡിപ്രഷൻ സ്റ്റേജിലെത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ ഡാമേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അങ്ങനെ വരുന്നത്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജിലെത്തുന്ന സമയത്ത് നമുക്കവിടെ ഹീലിംഗ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മൈൻഡിന് ഒരു ഹീലിംഗ് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഡോക്ടറിനെയൊക്കെ പോയി കണ്ട് ഒരു കൗൺസിലിംഗ് സെഷനൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ നമ്മുടെ മൈൻഡിനെ ഹീൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ സോൾ ലെവൽ എടുക്കുകയാണെങ്കിൽ സോൾ ലെവലിൽ ഇതുപോലെ തന്നെ മുറിവും കാര്യങ്ങളും ഉണ്ടാകും. അതും ഈ മൈൻഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബോഡിയിൽ നമുക്കൊരു മുറിവുണ്ടായാൽ കാണുന്നത് പോലെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ ഒരു സോൾ ലെവലിലുണ്ടാകുന്ന മുറിവുകളെയും കാണാൻ വേണ്ടി പറ്റില്ല. അത് നമുക്ക് തിരിച്ചറിയാനായിട്ടും പറ്റത്തില്ല. അപ്പം ഈ സോൾ ലെവലിലുള്ള മുറിവുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ലെവലിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഇമോഷണൽ ലെവലിലുള്ള ഈ ഒരു മുറിവുകൾ അല്ലെങ്കിൽ വോൺസ് എന്ന് പറയുന്നത് ഇന്നർ ചൈൽഡിൻ്റെ വോൺസ് ആയിരിക്കും.
അതായത് ഇപ്പം നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് ഏതെങ്കിലുമൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഇമോഷണൽ സപ്പോർട്ടോ കെയറോ അറ്റൻഷനോ ഒക്കെ കിട്ടാതെ വരുന്നൊരു സാഹചര്യത്തിൽ അത് നമുക്കൊരു മുറിവായിട്ട് അവിടെ അങ്ങനെ കിടക്കാം. അപ്പം ഇത് നമ്മൾ എത്ര വളർന്ന് വലുതായെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഇമോഷണലി നമ്മൾ ഈ ഒരു മുറിവ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഇത് നമ്മുടെ ഇമോഷൻസിനെ പല രീതിയിലും ബാധിക്കാം. അപ്പം ഇത്തരത്തിലുള്ള മുറിവുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫാദർ വൂൺസോ മദർ വൂൺസോ അങ്ങനെ പല രീതിയിൽ കിടപ്പുണ്ടായിരിക്കും. ഒരുപാട് വൂൺസ് നമ്മുടെ ഇന്നർ ചൈൽഡിനും ഉണ്ടായിരിക്കും. സോ നമ്മുടെ ഇമോഷണൽ ലെവൽ ആയിരിക്കും ഇങ്ങനത്തെ വൂൺസൊക്കെയും കിടക്കുന്നത്. അപ്പം അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് നമുക്കിങ്ങനെ ഒരു വൂണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇമോഷണൽ വൂൺസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ലൈഫിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ ഫാദർ മദർ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറാവാം, അവരുമൊക്കെ ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇമോഷണൽ വൂൺസ് എന്തൊക്കെയാണെന്നുള്ളത്. അതായത് നമ്മൾ ഇമോഷണലി വളരെ വീക്കായിരിക്കും, ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, വളരെ വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് വളരെ അധികം അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ കാണും, ഇപ്പം അബാൻഡൻമെൻറ്റ് ഇഷ്യൂ കാണും, അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ നമുക്കുണ്ടായിരിക്കും. ഇമോഷണലി നമ്മൾ ഒരു ബാലൻസ്ഡ് സ്റ്റേജിലായിരിക്കത്തില്ല. നമുക്ക് ആൾക്കാരുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത്. നമ്മൾ ആൾക്കാരെ ചേസ് ചെയ്യുന്ന ആ ഒരു പ്രവണതയൊക്കെ ആയിരിക്കും നമുക്കുണ്ടാകുന്നത്. ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഒരു വൂൺസൊക്കെ, ഈ ഇമോഷണൽ വൂൺസൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന ഓരോ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അൺഹീൽഡ് വൂൺസിനെ ആയിരിക്കും ഈ ഓരോ ട്രിഗേഴ്സും കാണിച്ചു തരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു സോൾ ലെവലിൽ, ഒരു ഇമോഷണൽ ലെവലിൽ നമുക്ക് ഹീലിംഗ് ആവശ്യമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ മൈൻഡും ബോഡിയും സോളും തമ്മിലുള്ള ഈ 3 ലെവലിലും ഉണ്ടാകുന്ന മുറിവുകളെക്കുറിച്ചും അതിന് ഹീലിംഗ് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ബോഡി ലെവലിൽ ഉണ്ടാകുന്ന മുറിവുകളെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. മൈൻഡ് ആൻഡ് സോൾ ലെവലിലുള്ള മുറിവുകളെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല എന്നുള്ളൊരു കാര്യമാണ് സത്യം. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക്, ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും ഈ ഹീലിങ്ങിനെ കുറിച്ച് കേൾക്കുന്നതും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പം ഈ ഒരു ജേർണിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നമുക്ക് ഹീലിംഗ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഹീലിംഗ് ചെയ്യാനായിട്ട് ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. വേറെ വഴിയില്ല, വേറെ നിവൃത്തിയൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഹീലിംഗ് ചെയ്താൽ മാത്രമാണ്, ഹീലിങ്ങിലൂടെ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലും. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ മിക്കവാറും ആദ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡും സോളും ബോഡിയും തമ്മിലൊരു കണക്ഷനുണ്ട്. അപ്പം ഈ ഒരു കണക്ഷൻ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഹീലിംഗ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിലാണ്, എങ്ങനെയാണ് ഹീലിംഗ് ചെയ്യേണ്ടതെന്ന് അറിയത്തൊന്നുമില്ല. അപ്പം നമ്മൾ വീഡിയോസൊക്കെ പലതും നോക്കി പല കാര്യങ്ങളും നമ്മൾ ഹീലിംഗ് എന്ന രീതിയിൽ ചെയ്യുന്നുണ്ടാകും. അപ്പം നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക, ഈ ഒരു മൈൻഡ് സോൾ കണക്ഷനെ മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ ഈ ഒരു ഹീലിംഗ് ചെയ്യുന്നതെന്ന്. കാരണം നമ്മൾ ഏതൊരു കാര്യത്തിനെയും അതിൻ്റെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് ആണെന്ന് പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യത്തെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്ക് എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയണം. സോ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ നമ്മുടെ മൈൻഡും സോളും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. നമ്മുടെ സോളെന്ന് പറയുന്നത് ഹാർട്ട് ബേസ്ഡ് ആണ്, അതായത് ഇമോഷൻസ് ആണ്. പക്ഷേ മൈൻഡ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. ഇതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സോൾ അല്ലെങ്കിൽ ഇമോഷൻ എന്ന് പറയുന്നത് ഫെമിനിൻ എനർജിയാണ്. മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്, അതായത് അത് മാസ്കുലിൻ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമോഷണൽ ലെവലിൽ നമുക്ക് വൂൺസ് ഉണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഇന്നർ ചൈൽഡ് വൂണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മെയിനായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് അൺഹീൽഡ് ആണെന്നാണ്, അതായത് വൂണ്ടഡ് ആണെന്നാണ്. അതുപോലെ തന്നെ സെയിം വേ നമ്മുടെ മൈൻഡ് ലെവലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് ഒരു ആക്ഷൻ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഒരു പ്രാക്ടിക്കലി നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ നമുക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അവിടെ നമ്മുടെ മാസ്കുലിൻ എനർജി വൂണ്ടഡ് ആണെന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ
എല്ലാ മനുഷ്യരിലും ഈ ഒരു 2 മാസ്കുലിൻ ആണെങ്കിലും ഫെമിനിൻ എനർജി, അതായത് മൈൻഡ് സോളും എല്ലാവരിലും ഉണ്ട്. അപ്പം ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു ലൈഫ് ലീഡ് ചെയ്ത് പോകാൻ വേണ്ടി അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പം ഇതൊരു അൺബാലൻസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്പം നമ്മുടെ ലൈഫിൽ അതിൻ്റേതായ പ്രോബ്ലംസൊക്കെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് മൈൻഡ് ലെവലിൽ, അതായത് മാസ്കുലിൻ എനർജിയിൽ ആണോ അതോ ഇമോഷണൽ ലെവൽ, സോൾ ലെവലിലാണോ ഹീലിംഗ് ആവശ്യമായിട്ട് വരുന്നത്, ഈ 2 ലെവലിലും നമുക്ക് ഹീലിംഗ് ആവശ്യമായിട്ട് വരും. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹീലിംഗ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെമിനിൻ എനർജിയിൽ നിന്നാണ്, അതായത് ഇമോഷൻ ലെവലിൽ നിന്നാണ് ഹീലിംഗ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീലിംഗ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെമിനിൻ എനർജി, അതായത് ഇമോഷൻസിനെയാണ് ആദ്യം നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. ഇമോഷൻസിനെ ഹീൽ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മാസ്കുലിൻ എനർജി ഹീലിങ്ങിലേക്ക് വരുന്നത്. അപ്പം ഹീലിംഗ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പല വീഡിയോസിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം എന്നാൽ ഏത് ലെവൽ, അതായത് മൈൻഡ് ലെവലിലാണോ സോൾ ലെവലിലാണോ നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ അറിയത്തില്ലായിരിക്കും. അപ്പം നമ്മൾ ഹീലിംഗ് എപ്പോഴും തുടങ്ങേണ്ടത് ഇമോഷണൽ ലെവലിലായിരിക്കണം. ഫെമിനിൻ എനർജിയാണ് ആദ്യം നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. ഇമോഷണൽ ലെവലിലുള്ള മുറിവുകളിനെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് ഹീൽ ചെയ്യണം. അതിൽ മെയിനായിട്ട് വരുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് തന്നെയാണ്. അപ്പം ഇമോഷണൽ ലെവലിൽ നമ്മൾ ഫെമിനിൻ എനർജി ഹീലായി കഴിയുമ്പോൾ മാത്രമാണ് ഈ മാസ്കുലിൻ എനർജി അല്ലെങ്കിൽ മൈൻഡ്, അതായത് നമ്മുടെ കോൺഷ്യസ്നെസ്സിന് ഹീലിംഗ് സംഭവിക്കത്തുള്ളൂ. നമ്മളൊരു അൺബാലൻസ്ഡ് സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സോളും മൈൻഡും ഇത് രണ്ടും എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടായിരിക്കില്ല ഫങ്ഷൻ ചെയ്യുന്നത്, അത് ഡാമേജ്ഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സോള് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഡയറക്ഷനാണ്, അതായത് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മുടെ സോളിനാണ് അറിയുന്നത്. അപ്പം നമ്മുടെ സോൾ ഓൾറെഡി ഡയറക്ഷൻ ആണ്. അത് നമുക്ക് വോണ്ടഡ് ആണെങ്കിൽ അവിടെ നമുക്ക് ഡയറക്ഷൻ ഉണ്ടായിരിക്കത്തില്ല, അതായത് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഇല്ലെങ്കിൽ, നമുക്ക് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മാസ്കുലിൻ എനർജിയാണ്, അത് നമ്മുടെ ആക്ഷനെയാണ് കാണിക്കുന്നത്. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായൊരു ധാരണ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കാൻ പറ്റുക, നമ്മളെക്കൊണ്ട് പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റാതെ വരും. അപ്പോൾ അത് നമ്മൾ ഓർക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇമോഷണലി നമ്മൾ അൺഹീൽഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമോഷണലി നമ്മൾ എപ്പോഴും ഇമോഷണലായിട്ടായിരിക്കും ഓരോ ഡിസിഷൻ എടുക്കുന്നത്. അതായത് പ്രാക്ടിക്കലി നമുക്ക്, അതായത് മൈൻഡുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷനും കാണത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇമോഷനെ ഹീൽ ചെയ്യണം, അതായത് നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ, അതായത് മൈൻഡ് ലെവലിൽ ഹീലിംഗ് നടക്കും. അതായത് ഇപ്പോൾ മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തോട്ട്സിനെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ഒരു പ്രാക്ടിക്കൽ മൈൻഡോടുകൂടി, അതായത് നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പക്കാ മാസ്കുലിൻ ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോൺഷ്യസ്നെസ്സിലൊരു ഹീലിംഗ് വരണം. അത് നടക്കുന്നത് എപ്പോഴും ഇമോഷണൽ ഹീലിംഗ് നടന്നതിന് ശേഷം മാത്രമാണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം ഫെമിനിൻ എനർജിനെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഡിവൈൻ ഫെമിനിൻസ് ആണ് ആദ്യം ഹീലാവുന്നത്, അതിനുശേഷമാണ് നമ്മുടെ മാസ്കുലിൻ്റെ ഹീലിംഗ് ഒക്കെ വരുന്നത്. സോ എല്ലാവരിലും ഈ ഒരു ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ എനർജി ഉണ്ട്. അപ്പം നമ്മൾ ഹീൽ ചെയ്യാൻ ആദ്യം ഈ നിർബന്ധിത ആകുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഫെമിനിൻ എനർജി ഉള്ളവരായിരിക്കും. അവരായിരിക്കും ഈ ഒരു വീഡിയോസൊക്കെ കണ്ട് ഹീലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫെമിനിൻ എനർജി ഹീലാവുന്നതിലൂടെയാണ് നമ്മുടെ ഒരു കളക്റ്റീവ്ലി മാസ്കുലിൻ എനർജി ഹീലിങ്ങിലേക്കൊക്കെ വരുന്നത്. ഇവിടെ ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ എനർജി എന്ന് പറയുന്നത് ഒരിക്കലും ജെൻഡറിൻ്റെ ബേസിസിലല്ല. ഓക്കെ, നമ്മളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും ഈ ഒരു നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി തകർന്നടിഞ്ഞ് നമ്മളൊരു സീറോ സ്റ്റേറ്റിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്തായിരിക്കും ഇതുപോലുള്ള ഹീലിങ്ങിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഇതിന് മുന്നേ തന്നെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും സെൽഫ് ലവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ ഒരു ജേർണിയിലേക്കൊക്കെ വന്നതിന് ശേഷം, നമ്മൾ ഹീലിങ്ങിനെക്കുറിച്ചും അറിയുന്നതിന് മുന്നേ. അപ്പം നമ്മൾ അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും, പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഹീലിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ്. അപ്പം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് നമ്മുടെ കോൺഷ്യസ്നെസ്, അതായത് നമ്മുടെ തോട്ട്സ് നമ്മുടെ സബ് കോൺഷ്യസ് ലെവലുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യമാണ്. അവിടെ നമ്മുടെ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ ഒരു റീപ്രോഗ്രാമിംഗ് എന്നത് നമ്മുടെ തോട്ട്സ് പാറ്റേൺസിനെയൊക്കെ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
വാട്ട് യു തിങ്ക് യു ബിക്കം എന്ന് പറയത്തില്ല. അപ്പോൾ അവിടെ നമ്മുടെ തോട്ട്സ് കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞാലല്ലേ ഉള്ളൂ അതിനനുസരിച്ച് നമുക്കൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇമോഷണലി നമ്മളില്ലാണെങ്കിൽ, അതായത് നമുക്ക് ഓൾറെഡി ഡയറക്ഷൻ നമുക്ക് ലോസ് ആണ് എങ്കിൽ, അവിടെ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഓൾറെഡി മൈൻഡുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്ക് ഡയറക്ഷൻ ഇല്ലെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു തോട്ട് നമ്മുടെ തോട്ടെന്ന് പറയുന്നതും അവിടെ റോങ് ആയിരിക്കും. അപ്പം നമ്മൾ എടുക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നതും റോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അഫർമേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇമോഷണലി നമ്മൾ അൺഹീൽഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയി ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് വർക്കാവണമെന്നില്ല. അതുപോലെ തന്നെയാണ് സെൽഫ് ലവിൻ്റെ കാര്യം. ഇങ്ങനെ തന്നെയാണ്. നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സെൽഫ് ലവിലേക്ക് എത്താൻ വേണ്ടി പല സെൽഫ് ലവ് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരിക്കും. പക്ഷേ ഹീലിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ സെൽഫ് ലവിലേക്ക് വന്ന് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും സെൽഫ് ലവിന് വേണ്ടി, അതായത് സെൽഫ് ലവിലേക്ക് എത്താൻ വേണ്ടി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് രണ്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി ഹീലല്ലാത്ത പക്ഷം നമ്മൾ അവിടെ ഒരു സെൽഫ് ലവിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല. അത് നമ്മുടെ എന്തോ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ, അതായത് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മളെ ഇഷ്ടപ്പെടുമെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമ്മൾ ആ ഒരു ഇഷ്ടത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ അവിടെ ഒരു സെൽഫ് ലവ് പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നത്. അവിടെ നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി അവിടെ വരുന്നുണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ആ ഒരു സെൽഫ് ലവ് പ്രാക്ടീസസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതും അവിടെ വർക്കാവില്ല. ഈ ഒരു ഇമോഷണൽ ഹീലിംഗ് നമ്മളിൽ നടക്കാതെ നമ്മൾ സെൽഫ് ലവിലേക്കും നമ്മൾ എത്തില്ല എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഹീലിംഗ് ചെയ്യേണ്ടത്? അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അത് പല ഫേസസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ഹീലിംഗ് ആണ് ഫസ്റ്റ് ഫേസിൽ നടക്കുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ലെവലിലുള്ള ഹീലിംഗ്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് സബ് കോൺഷ്യസിൽ നടക്കുന്ന ഹീലിംഗ്, അതായത് നമ്മുടെ കോൺഷ്യസ്നെസ് ലെവലിലുണ്ടാകുന്ന ഹീലിംഗ്. അപ്പോൾ ആദ്യം നിങ്ങളൊരു ഹീലിംഗ് സ്വയം ഹീലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇമോഷണൽ ഹീലിങ്ങിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ മെയിനായിട്ട് ഇമോഷണൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെയാണ് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനെയാണ് ആദ്യം നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ വോൺസ്, അതായത് അത് നമ്മുടെ ഫാദർ വോൺസ്, മദർ വോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെയൊക്കെ നമ്മൾ ഹീൽ ചെയ്യണം. അതാണ് നമ്മൾ ഹീലിങ്ങിലേക്ക് വരുമ്പം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി നമുക്ക് മിറർ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഹീലിങ്ങിന് വേണ്ടി നമുക്ക് പല മെത്തേഡ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മൾ ഇന്നർ വർക്ക്സ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഈ മിറർ എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഇന്നർ വർക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഹീലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വൂൺസിനെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ജേർണലിംഗ് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെയാണ് ഞാൻ പറഞ്ഞു മിറർ എക്സസൈസ് ചെയ്യാമെന്ന്. അപ്പം മിറർ എക്സസൈസ് പോലെ തന്നെ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുക്കും പേനയും എടുത്തുകൊണ്ടിരിക്കണം. അതായത് എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിങ്ങനെ എഴുതണം. നമ്മളോട് തന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് സങ്കടം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികൾ അവരുടെ എന്ത് ആക്ഷനാണ് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്ത് പറയുമ്പോഴാണ് എനിക്ക് ഫീൽ ആവുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ അതിനൊക്കെ സത്യസന്ധമായിട്ട് തന്നെ ഒരു ആൻസർ എഴുതണം. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിനെ നമ്മൾ എഴുതണം. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഒരുപാട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ നമ്മുടെ ഡിസയറും കാര്യങ്ങൾ, അതുപോലെ നമുക്ക് നമ്മളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് നമ്മളിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പം ഇങ്ങനെ നമ്മൾ ജേർണലിങ് എഴുതി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അതുപോലെ നമ്മുടെ വൂൺസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ടും ഈ ഒരു ജേർണലിങ് നമ്മളെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹീലിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പെയിൻ അല്ലെങ്കിൽ ഇമോഷൻസിനെ നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെയിൻ പുറത്തേക്ക് വരുന്ന ഒരു പെയിനെ നമ്മൾ ഫീൽ ചെയ്ത് ആ ഒരു പെയിൻ്റെ കൂടെ നമ്മൾ ഇരിക്കണം. ഹീലിംഗ് എന്ന് പറയുന്നത് തന്നെ
നമ്മൾ ശ്രദ്ധ കൊടുക്കുക, എവിടേക്ക് ശ്രദ്ധ കൊടുക്കുക, നമ്മുടെ ഉള്ളിലുള്ള ആ മുറിവിലേക്ക് ശ്രദ്ധ കൊടുക്കുക, അതിന് ആ ഒരു അറ്റൻഷൻ, ലവ്, കെയർ എന്താണോ ആവശ്യം അത് കൊടുത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഇരിക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ഹീലിംഗ് നടക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ഒരു മിസ്റ്റേക്കായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾ ലെവലിലാണോ മൈൻഡ് ലെവലിലാണോ ഹീലിംഗ് ആവശ്യമായിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ലാതെ വരുന്ന സമയത്ത്, അറിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോഴൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു പെയിൻ വരുന്ന സമയത്ത്, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഇമോഷണലി നമ്മൾ വീക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഫീൽ ആവുന്ന സമയത്ത് നമ്മൾ ഫീൽ ചെയ്യാതെ മാറ്റി വയ്ക്കും. അതായത് നമ്മൾ ചില മോട്ടിവേഷണൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, നെഗറ്റീവായിട്ടൊരു ഫീലിംഗ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വീക്കായി പോകുന്നു, ഒരു ഇമോഷണലി നമ്മൾ വീക്കാകുന്ന സമയത്ത്, നമുക്കൊരു നെഗറ്റീവ് തോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മൾ പാട്ട് കേട്ടോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് പോയോ ഒക്കെ നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പല ഇൻഫർമേഷൻസും നമുക്ക് മറ്റ് വീഡിയോസിൽ നിന്നൊക്കെ നമ്മൾ മോട്ടിവേഷണൽ വീഡിയോസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ നമ്മൾ പോയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു പെയിൻ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പാട്ട് കേട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് പോയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത് വിചാരിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക്, അതായത് നമ്മുടെ സർഫസിലേക്ക് ഹീലാക്കാൻ വേണ്ടി ഒരു പെയിൻ വരിക, ഒരു പെയിൻ നമ്മുടെ സോൾ ലെവലിൽ നിന്ന് വരുന്ന ഒരു പെയിനാണ്. അത് നമുക്ക് ഹീലാക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ സർഫസിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ, അതായത് നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ ഒരു നീഡാണ്, ഒരു ഹീൽ ആകുക എന്നുള്ള ആ ഒരു കാര്യത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ, ആ ഒരു പെയിനിനെ കൺസിഡർ ചെയ്യാതെ നമ്മൾ അതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു മൂലയിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കും. എന്നിട്ട് അതിനെ നമ്മൾ അങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ മൈൻഡുമായിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് പോകും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നർ ചൈൽഡിനെ നെഗ്ലക്റ്റ് കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്ത് നമ്മളതിനെ അങ്ങ് ശ്രദ്ധിക്കാതെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹീലിംഗ് നടക്കത്തില്ല. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നൊരു കാര്യമാണിത്. ഇവിടെ നമ്മളൊരു എസ്കേപ്പ് ആണ് ചെയ്യുന്നത്. അതായത് ആ ഒരു പെയിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത്, മൈൻഡ് കൊണ്ട് ഡൈവേർട്ട് ചെയ്തിട്ട് പെയിൻ ഫീൽ ചെയ്യാതെ എസ്കേപ്പായി അതിനെ നമ്മൾ മാറി പോകാൻ ശ്രമിക്കുകയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൂട്ട് കോസ് എന്ന് പറയുന്ന ആ ഒരു കാരണം അവിടെ തന്നെ അൺഹീൽഡായിട്ട് കിടക്കും. താൽക്കാലികമായിട്ട് നമുക്ക് ആ ഒരു പെയിനിൽ നിന്ന് നമുക്കൊരു ആശ്വാസം കിട്ടുമായിരിക്കാം, പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ ആ കംപ്ലീറ്റ് ഹീലിംഗ് നമ്മുടെ ഉള്ളിൽ നടക്കത്തില്ല. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഹീലിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ റൂട്ട് കോസിനെ കണ്ടുപിടിച്ച് അതിനെ വേരോടുകൂടി നമ്മൾ പിഴുതെറിയണം. അപ്പോൾ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഹീലിംഗ് നമുക്ക് നടക്കുന്നത്. അല്ലാതെ നമ്മളതിനെ കംപ്ലീറ്റ്ലി നമ്മളതിനെ അവോയ്ഡ് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ അവിടെ നമ്മൾ എസ്കേപ്പ് ചെയ്യുകയാണ്. ആ ഒരു ഇമോഷനിൽ നിന്ന് നമ്മൾ ആ ഒരു പെയിനെ ഫീൽ ചെയ്യാതെ നമ്മൾ എസ്കേപ്പ് ചെയ്യാണ്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് എന്താണോ പെയിനാണോ എന്താണോ നമുക്ക് ഇമോഷൻ വരുന്ന ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു പെയിന് വരുമ്പോൾ നമുക്ക് കരച്ചിൽ വരുവാണെങ്കിൽ കരയണം. ആ ഒരു ഇപ്പം നമ്മൾ എഴുതണം, ഒരു പേപ്പർ വല്ലതും എടുത്ത് വെച്ച് നമ്മളതിനെ എഴുതി നമ്മളതിനെ റിലീസ് ചെയ്യണം. ആ സമയത്ത് അതിനുവേണ്ടി നമുക്കൊരു മിറർ എക്സസൈസോ അതുപോലെ നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ നീഡ്സ് എന്താണെന്ന് വെച്ചാൽ ആ കാര്യം നമ്മൾ ചോദിച്ചിട്ട് അത് നമ്മൾ മീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് നമ്മുടെ അറ്റൻഷനും കെയറും ലവും ഒക്കെ കൊടുക്കണം. അതായത് നമ്മുടെ പെയിനും പിടിച്ച് അവിടെ നമ്മൾ ഇരിക്കണം. ആ ഒരു പെയിനെ നമ്മൾ നല്ല രീതിയിൽ ഫീൽ ചെയ്യണം. അതാണ് നമ്മൾ ആ ഒരു ഹീലിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതല്ലാതെ ഒരിക്കലും നമ്മൾ ആ പെയിനെ ഫീൽ ചെയ്യാതെ നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് പോകാൻ ശ്രമിക്കരുത്. അവിടെ നമുക്ക് ഹീലിംഗ് നടക്കില്ല. ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ ആ ഒരു പ്രശ്നത്തെ, ആ ഒരു റൂട്ട് കോസിനെ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തുന്നു എന്നൊരൊറ്റ കാര്യമാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇനി നമ്മൾ എപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, അത് മ്യൂസിക് കേൾക്കുന്ന, അല്ലെങ്കിൽ പുറത്തേക്ക് പോയി ഫ്രണ്ട്സുമായിട്ട് ഒക്കെ ഒന്ന് മിണ്ടുന്ന, അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്കൊന്ന് പോയി നടന്നിട്ട് വരുന്ന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഏത് രീതിയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ, നമ്മുടെ മൈൻഡ് ലെവലിൽ ഒരു ഹീലിംഗ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത്, അതായത് ഇപ്പം നമ്മുടെ മൈൻഡും സോളും ഇത് രണ്ടും ഏകദേശം ഒരു ബാലൻസ്ഡ് ആയിട്ട്, ഹീൽഡായിട്ട് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ഉള്ളൊരു സമയത്ത് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇല്യൂഷനാണ്, ഒരു മായയാണ്. അപ്പോൾ അത് നമ്മൾ എത്ര ഹീലായെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മുടെ ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ട് നമ്മളെ പല ഇല്യൂഷനും കാണിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമുക്കൊരു ഓവർ തിങ്കിങ്ങിലോട്ടോ ഒരു നെഗറ്റീവ് ഫീലിങ്ങിലോട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ടിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു മൈൻഡ് സോൾ ലെവലിൽ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ മൈൻഡ് എന്തെങ്കിലും ഒരു ഇല്യൂഷനിലേക്ക് പെട്ടുപോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് തന്നെ അത് റെക്കഗ്നൈസ് ആകും. നമുക്ക് മനസ്സിലാകും നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മളൊരു തോട്ടിലേക്ക്, നമ്മുടെ നെഗറ്റീവ് തോട്ടിലേക്ക് നമ്മൾ പോകുന്നു എന്ന് മനസ്സിലാക്കി നമുക്കതിനെ പെട്ടെന്ന് തന്നെ മൈൻഡിനെ കൺവേർട്ട് ചെയ്ത്
മാറ്റാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന മ്യൂസിക് കേൾക്കുക, പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് എൻഗേജ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിനെ നമുക്ക് തിരിച്ചു പിടിച്ച് നമ്മുടെ ആ ഒരു മൈൻഡ് സോൾ ബാലൻസിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചെത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡിസ്റ്റോർട്ടഡ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത് നമുക്ക് വർക്കൗട്ട് ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എനർജി ലെവലിൽ, അതല്ല നമ്മുടെ ഇമോഷണൽ ലെവലിൽ നമുക്ക് അൺഹീൽഡ് ആയിട്ടുള്ള വോൺസ് ഉണ്ട്. അവിടെ നമുക്ക് ഡയറക്ഷൻ ഇല്ല. അവിടെ നമ്മുടെ ഡയറക്ഷൻ, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒരു ഇമോഷണലി നമ്മൾ വളരെ അറ്റാച്ച്ഡ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ തോട്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന തോട്ടെന്ന് പറയുന്നതും അവിടെ തെറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു പെയിൻ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് പറയുമ്പോൾ അതിനെ ഇപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട, നമുക്ക് അതിനെ ഫീൽ ചെയ്യാതെ വേറൊരു കാര്യത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ മൈൻഡിന് മാനിപ്പുലേഷനിലാണ് പെടുന്നത്. അങ്ങനെ മാനിപ്പുലേഷനിൽ പെട്ട് നമ്മുടെ ഹീലിങ്ങിനെ അവിടെ മാറ്റി നിർത്തും. എന്നിട്ട് നമ്മൾ മൈൻഡ് പറയുന്നത് കേട്ട് മൈൻഡിൻ്റെ പുറകെ പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിലേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കവിടെ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നില്ല. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എപ്പോഴും ആ ഒരു ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ എപ്പോഴാണോ ഹീൽ ചെയ്ത് കംപ്ലീറ്റ്ലി വരുന്നത്, അപ്പോൾ നമ്മൾ ഇമോഷണൽ ലെവലിൽ നമ്മൾ ഹീലായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ കോൺഷ്യസ്നെസ് മൈൻഡ് ലെവലിലും ആ ഹീലിംഗ് നടക്കും. അതിപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ സെൽഫ് ലവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇമോഷണൽ ലെവലിൽ നമ്മൾ ഹീലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഷ്യസ്നെസ്, അതായത് തോട്ട്സിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. അപ്പം ഇമോഷണലി നമ്മൾ ഹീലായി കഴിയുമ്പോൾ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഈ സബ് കോൺഷ്യസിലായിട്ടുള്ള ആ ഒരു പാറ്റേൺ കാര്യങ്ങളിലൊക്കെ അവിടെ ഒരു കറക്ഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കും. അവിടെ നമ്മുടെ തോട്ട്സ് നമ്മുടെ കൺട്രോളിൽ വരും. അതുപോലെ നമുക്ക് നമ്മുടെ ഇമോഷണൽ ലെവൽ ഹീലാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ സോളുമായിട്ടുള്ള കണക്ഷൻ കിട്ടുന്നത്. അവിടെ സോളുമായിട്ടുള്ള കണക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്കവിടെ നമ്മുടെ ഡയറക്ഷൻ കിട്ടുകയാണ്. നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ധാരണ വരും. ആ ഒരു ധാരണ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തോട്ട്സും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ആക്ഷനും എടുക്കാൻ പറ്റുന്നത്. അപ്പം ഇമോഷണൽ ലെവൽ ഹീലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺഷ്യസ്നെസ്സിലൊരു ഹീലിംഗ് സംഭവിച്ച ആ ഒരു ഷിഫ്റ്റ്, അതായത് നമ്മുടെ മാസ്കുലിൻ എനർജിയിൽ ഹീലിംഗ് സംഭവിക്കും. ഫെമിനിൻ എനർജി ഹീലായി കഴിയുമ്പോൾ മാസ്കുലിൻ എനർജി, അതായത് ഇമോഷണൽ ലെവലിൽ നമ്മൾ ഹീലാകുമ്പോൾ ഇമോഷണലി നമ്മൾ ബാലൻസ്ഡ് ആകും. നമുക്ക് ബൗണ്ടറി വയ്ക്കാൻ മനസ്സിലാകും. നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഒന്നും കാണത്തില്ല. നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് ആരെയും ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാലിഡേഷൻ്റെ പുറകെ ഒന്നും നമ്മൾ പോകത്തില്ല. നമ്മൾ വളരെ ഒരു നമ്മുടേതായിട്ടുള്ളൊരു എനർജിയിൽ നമ്മൾ നിൽക്കാൻ വേണ്ടി പഠിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാസ്കുലിൻ സൈഡും അതുപോലെ തന്നെ, അതായത് നമ്മുടെ മൈൻഡ് നമുക്ക് പ്രോപ്പറായിട്ട് പ്രാക്ടിക്കലി തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്കിങ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരും. അപ്പം ഇത് വളരെ ഗ്രാജുവലി നമുക്ക് നടക്കുന്ന കാര്യമാണ്. ആൻഡ് ഇങ്ങനെ നമ്മൾ ഹീലായി വരുന്ന കഴിയുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന സെൽഫ് ലവിലേക്ക് നമ്മൾ എത്തുന്നത്. ഇമോഷണലി നമ്മൾ ഹീലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മൈൻഡുമായിട്ടുള്ള കണക്ഷൻ കിട്ടും. മൈൻഡുമായിട്ടുള്ള കണക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ടി നമുക്ക് കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് വളരെ നാച്ചുറലി ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം നമ്മൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞ സെൽഫ് ലവ് പ്രാക്ടീസസിലേക്ക് നമ്മൾ ഇമോഷണൽ ലെവലിൽ ഹീലാക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതായത് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സെൽഫ് ലവിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതും ഹീലിംഗ് ചെയ്തതിന് ശേഷം സെൽഫ് ലവിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്തി നമുക്ക് വേണ്ടി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഇത് രണ്ടാണ്. പലപ്പോഴും നമ്മൾ ഹീലിംഗ് ചെയ്യാതെയാണ് ഈ ഒരു സെൽഫ് ലവ് പ്രാക്ടീസൊക്കെ ചെയ്യും, അത് വർക്കൗട്ട് ആവില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഇമോഷണൽ ലെവലിൽ നമ്മൾ ഹീലായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡുമായിട്ടുള്ള കണക്ഷൻ കിട്ടും. അവിടെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലൊക്കെ ഹീലായി വരുമ്പോൾ നമുക്കവിടെ റീപ്രോഗ്രാമിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഹീൽ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കതൊക്കെ വർക്കൗട്ട് ആകും. കഴിഞ്ഞാൽ ഹീലിംഗ് നമ്മുടെ ഇമോഷണൽ ലെവലിൽ നമുക്ക് ഹീലിംഗ് നടക്കാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊക്കെയാണ് നമ്മൾ ഇന്നർ വർക്ക് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ആ മെത്തേഡ്സിനെയൊക്കെയാണ് നമ്മൾ ഇന്നർ വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇമോഷണൽ ലെവലിൽ നമുക്ക് ഹീലാക്കാൻ വേണ്ടി ഈ പറയുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള വൂണ്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫെമിനിൻ എനർജിയുടേത്, അതായത് ഇമോഷണൽ വൂൺസ് എന്ന് പറയുന്നത് ഇന്നർ ചൈൽഡിൻ്റെ വൂൺസാണ്. അപ്പം നമ്മൾ ആദ്യം ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നർ ചൈൽഡ് വൂൺസിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അതിനെ നമ്മൾ ഹീൽ ചെയ്ത് വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിലൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ ചൈൽഡ്
നീഡ്സിനെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുട്ടിക്കാലം മുതൽ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ സോളിൻ്റെ പാഷൻ, നമുക്ക് ക്രിയേറ്റീവായിട്ടൊരു സൈഡ് ഉണ്ടെങ്കിൽ ആ ഒരു സൈഡിലേക്ക് നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാം. അതുപോലെ നമ്മുടെ സോൾ ലെവൽ നമുക്ക് മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ നമുക്ക് ഈ പ്രയേഴ്സൊക്കെ നമ്മളെ ആ ഒരു സോൾ ലെവലിൽ നമുക്ക്, ആ ഒരു ഇമോഷണൽ ലെവലിൽ നമുക്ക് ഒരു സൂത്തനിങ് എഫക്റ്റ് തരുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മുടെ സോളിന് എന്താണോ നമുക്ക് സന്തോഷം തരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ആ ഒരു ഹീലിംഗ് നമ്മൾ ചെയ്തു വരുന്നതനുസരിച്ച്, നമ്മൾ ഹീലാവുന്നതനുസരിച്ച് തന്നെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ സോളിന് എന്താണ് ആവശ്യമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് തന്നെ കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഓരോ കാര്യങ്ങളെയും നമ്മൾ ഇരുന്ന് എഴുതി വെച്ച് നമ്മൾ അതിനെ ഓരോന്നിനെയും നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലും ആ ഒരു ക്ലാരിറ്റി വരും. മൈൻഡിനും മനസ്സിലാവും എന്ത് കാര്യമാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തോട്ട്സാണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മൈൻഡ് ലെവലിൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ, ആ ഒരു ക്ലാരിറ്റി നമുക്ക് വരും. അപ്പം നമ്മുടെ ഇമോഷണൽ ലെവലിൽ ഹീലിങ്ങിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു എഫേർട്ട് നല്ല രീതിയിൽ ഇടുക. ആ ഇന്നർ ചൈൽഡുമായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ വൂൺസ് മദർ വൂൺസ് ആവാം, ഫാദർ വൂൺസ് ആവാം, അതിനെയൊക്കെ നമ്മൾ എഴുതി വെച്ച് ഓരോന്നായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മളതിനെ ഓരോ ദിവസവും നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് നമ്മൾ തന്നെ ആ ഒരു ഫീലിങ്സിനെ നമുക്ക് തന്നെ ഇൻറ്റൻഷ്യലി നമുക്ക് അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ ഇമോഷൻസ്, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ ഓരോ ദിവസം നമുക്ക് ആ ഓരോ പ്രശ്നങ്ങളെ എടുത്തു വെച്ച് ആ ഓരോ വോൺസിനെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ നമ്മളോട് കൂടെ തന്നെ ഇരുന്ന് എഴുതി ആ ഒരു ഫീലിങ്ങിൻ്റെ കൂടെ ഇരുന്ന് ആ ഒരു പെയിനെ നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ എന്ന് പറയുന്ന ആൾ നമ്മളെ ഉറപ്പായിട്ട് ട്രിഗർ ചെയ്യും. അങ്ങനെ ട്രിഗർ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ആ വോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ട്വിൻ ഫ്ലെയിംസിന് ഇത് വളരെ എളുപ്പമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഈ നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ DM നമ്മളെ മിറർ ചെയ്ത് കാണിച്ചു തരും. അപ്പം നമ്മളായിട്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, ഒരു ഓൺ ആൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കൂടി ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളെ ട്രിഗർ ചെയ്യും. അപ്പം നമുക്ക് അവർ നമ്മളെ ട്രിഗർ ചെയ്യുന്ന കാര്യം ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിൽ ഹീൽ ചെയ്യാനുള്ള ഒരു ബോണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമ്മളൊരു ബുക്ക് എടുത്തു വെച്ച് അതിന് വേണ്ടി നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതി വെക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ ഡിവൈൻ മാസ്കുലിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് നമുക്ക് കിട്ടും. അതിനെയൊക്കെ നമുക്ക് ഇതുപോലെ എഴുതി വെച്ചിട്ട് നമ്മൾ ഹീൽ ചെയ്യണം. അപ്പം ഇന്നർ ചൈൽഡിൻ്റെ ഹീലിംഗ് അങ്ങനെ നല്ല രീതിയിൽ ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു മൈൻഡ് ലെവൽ, ആ കോൺഷ്യസ്നസ് ലെവലിലും ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ട്വിൻ ഫ്ലെയിംസിലാണെങ്കിൽ നമ്മുടെ ആ ഫെമിനിൻ എനർജി, നമ്മുടെ ഉള്ളിലുള്ള ആ ഡിവൈൻ ഫെമിനിൻ എനർജി ആദ്യം ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ആ ഒരു മാസ്കുലിൻ മൈൻഡിനെയും ആ ഒരു കോൺഷ്യസ്നെസ്സിനെയും കൂടെ ഹീൽ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൗണ്ടർ പാർട്ട് DMലും ആ ഒരു ഹീലിംഗ് സംഭവിക്കും, റിഫ്ലക്റ്റ് ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. നോർമലായിട്ടുള്ള ആളുകളിൽ ഈ ഒരു ഡിവൈൻ ഫെമിനിൻ മാസ്കുലിൻ എനർജി എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു ബാലൻസിലേക്ക് എത്താൻ ശ്രമിച്ചാൽ മാത്രം മതി. ഹീലിംഗ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡ്, ബോഡി, സോൾ ലെവലിലൊരു ബാലൻസ് കൊണ്ടുവരാനാണ്. അപ്പം നമ്മൾ ഈ ഒരു ഹീൽ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ബാലൻസ് കിട്ടിക്കഴിയുമ്പോഴത്തേനും പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു 3D മെട്രിക്സിലാണ്, ഈ ഒരു ഇല്യൂഷനായിട്ടുള്ളൊരു വേൾഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നമ്മൾ ഹീലായാലും നമ്മൾ ചിലപ്പം ഒരു മാനിപ്പുലേഷനിലൊക്കെ ചെന്ന് പെടാൻ ചാൻസ് ഉണ്ട് മൈൻഡ് വൈസ്. കാരണം മൈൻഡ് എന്ന് പറയുന്നത് ഒരു മായയാണല്ലോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നതും ഒരു അൺഹീൽഡ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഉള്ള ഒരിടമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഹീലായി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരു ബാലൻസ്ഡ്, അതായത് സോൾ ലെവലിലാണെങ്കിലും മൈൻഡ് ലെവലിലാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമുക്ക് ഈ ഒരു പറയുന്ന ജേർണലിങ്ങും ഹീലിംഗ് ഇന്നർ വർക്ക്സൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും.
അതുപോലെ തന്നെ ഏറ്റവും അധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എത്ര നാൾ ഇന്നർ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നർ വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഓരോ വ്യക്തികൾക്കും എത്ര നാൾ ചെയ്യണം എന്നുള്ളത് ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്താണ്. അതായത് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള വൂൺസിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ അളവനുസരിച്ചിരിക്കും. ഓരോ വ്യക്തികൾക്കും ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൂടിയും കുറഞ്ഞുമൊക്കെ വരാം, എന്തുമാത്രം വൂൺസ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹീലിങ്ങിൻ്റെ ടൈം കൂടിയും കുറഞ്ഞുമൊക്കെ വരുന്നത്. ആൻഡ് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ആ ഒരു ഹീലിംഗ് ചെയ്ത് നമ്മൾ ആ ഒരു ഹീൽഡ് വേർഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ അങ്ങനെ ബാലൻസ്ഡ് ആയതിനു ശേഷം വീണ്ടും നമ്മൾ ഇന്നർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ നമ്മുടെ സോളിനെ അല്ലെങ്കിൽ മൈൻഡിനെ ഒന്നും കൺസിഡർ ചെയ്യാതെ വീണ്ടും ഒരു 3D വേൾഡിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഷാഡോസ് വന്ന് നിറയും. സോ നമ്മൾ എപ്പോഴും ആ ഒരു ബാലൻസ് സ്റ്റേറ്റിൽ, ആ ഒരു അവെയർനെസ്സിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നർ വർക്ക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുക. അതിനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു അൺഹീൽഡ് വേർഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അത്രയും ഡീപ്പായിട്ട് നമുക്ക് ഒരു ഹീൽഡ് വേർഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ടതായിട്ട് വരില്ല. കാരണം ഹീൽഡ് വേർഷനിൽ വന്നു കഴിയുമ്പോൾ നമ്മളൊരു ബാലൻസ് സ്റ്റേറ്റിലെത്തി. അപ്പം ബാലൻസ് സ്റ്റേറ്റിലെത്തിക്കഴിഞ്ഞാൽ ആ ഒരു ബാലൻസിനെ നമ്മൾ മാക്സിമം കീപ്പ് ചെയ്യുക. എപ്പോഴെങ്കിലും നമ്മുടെ മൈൻഡ് കൺവേർട്ടായി പോകുന്ന സമയത്ത് നമ്മൾ അതിനെ തിരിച്ച് പിടിച്ച് കൊണ്ടുവരിക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. മെഡിറ്റേഷനും പ്രേയേഴ്സും അതുപോലെ സ്പിരിച്വൽ വർക്ക്സും ഒക്കെ നമുക്ക് അതിന് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആ ഒരു സോളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇമോഷണൽ ലെവലിൽ നമുക്ക് എന്തെങ്കിലും ഒരു വൂൺസ് ഉണ്ടെങ്കിൽ, അതുപോലെ മൈൻഡ് ലെവലിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ലെവലിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. പല പെയിനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടോ ബോഡി ലെവലിൽ നമുക്ക് എന്തെങ്കിലും രോഗമായിട്ടോ ഒക്കെ നമുക്ക് അത് ചിലപ്പം വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മിക്കവാറും നമ്മളത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ഹീലിംഗ് മാത്രമാണ് നടക്കുന്നത്. അതായത് ഒരു ബോഡി ലെവലിൽ നമുക്ക് ആ ഒരു പെയിനിനെ ഒന്ന് സപ്രസ് ചെയ്യാനായിട്ടോ ഒന്ന് ഫീൽ ചെയ്യാതെ നമുക്ക് മാറ്റി നിർത്താനോ പറ്റും. പക്ഷേ അതിൻ്റെ ആ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ആയിരിക്കില്ല നമ്മൾ ഹീൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏറ്റവും മെയിനായിട്ട് പറഞ്ഞത്. ഹീലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻ ലെവലിൽ നിന്നാണ്. ഇമോഷൻസിനെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഷ്യസ്നെസ്സിലും, അതായത് മൈൻഡ് ലെവലിൽ ഹീലിംഗ് നടക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലെവലിലും ഹീലിംഗ് നടക്കും. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ഇമോഷണൽ ലെവലിലുള്ള വോൺസ്, അതിൻ്റെ ഒരു പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ലെവലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലെവലിലേക്കോ റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ അത് നമ്മുടെ മൈൻഡിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ പ്രശ്നമാണ് എന്ന രീതിയിൽ കണ്ട് നമ്മൾ ബോഡിയുടെ പ്രശ്നമാണെന്ന് കരുതുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഒരു ബോഡിയിലൊരു പെയിൻ വരുമ്പോൾ അത് നമ്മളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ താൽക്കാലികമായിട്ട് നമുക്ക് അവിടെ ഒരു പെയിൻ കുറയുമെങ്കിലും അവിടുത്തെ റൂട്ട് കോസിനെ നമ്മൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, അതിനെ നമ്മൾ ഹീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ലെവലിലുണ്ടാകുന്ന ഈ ഒരു പെയിൻ ചിലപ്പോൾ അത് നമ്മുടെ മൈൻഡ് ലെവലിൽ റിഫ്ലക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സോ സ്ട്രെയിനോ ഒക്കെ ആയിട്ട് നമുക്ക് വരും. ചിലപ്പോൾ നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പം അങ്ങനെ നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലെത്തുമ്പോൾ നമ്മൾ കൂടുതലും അവിടെ നമ്മളൊരു തെറാപ്പി അല്ലെങ്കിൽ ഒരു മെഡിക്കലി നമ്മൾ പോയിട്ട് ഡോക്ടറിനെ കണ്ട് ഒരു കൗൺസിലിംഗ് സെഷനൊക്കെയാണ് എടുക്കുന്നത്. അവിടെ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പെയിനെ നമ്മൾ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഉറക്ക ഗുളിക പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നത്. അവിടെ നമ്മുടെ ആ ഇമോഷൻസ് താൽക്കാലികമായിട്ടൊന്ന് സപ്രസ് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള മെഡിസിൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് സെഷനിലൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ടെക്നിക്സ് ഒക്കെ ആയിരിക്കും നമുക്ക് പറഞ്ഞു കിട്ടുന്നത്. അവിടെയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ റൂട്ട് കോസിനെ അല്ല നമ്മളവിടെ ഹീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ നമ്മൾ താൽക്കാലികമായിട്ട് നമ്മുടെ ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസിനെ, ആ ഒരു പെയിനെ നമ്മൾ ഫീൽ ചെയ്യാതെ ഒന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നമ്മളവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിലേക്ക്, നമ്മളൊരു ചൂസൺ വണ്ണാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിലേക്ക്, ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക്, ഒരു അസെൻഷൻ ജേർണിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന സോൾ ലെവലിൽ നമ്മുടെ അതായത് ഇമോഷണൽ ലെവലിൽ ആ ഒരു ഹീലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും സ്വയം നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പം ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ ഒരു ചൂസൺ വണ്ണായതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. കാരണം നോർമലായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾ മൈൻഡ് ലെവലിലും ബോഡി ലെവലിലും മാത്രമേ ഹീലിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. സോൾ ലെവലിലേക്ക് അവർ കണക്റ്റ് ആവില്ല.
കാരണം അവർ 3D വേൾഡിലായിരിക്കും അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുന്ന ഒരാൾ ഡിപ്രഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഒരു നമ്മുടെ ഒരു 3D ലെവലിൽ പോയി സൊല്യൂഷൻ അന്വേഷിച്ചാലും നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടില്ല. അതിനൊരു താൽക്കാലികമായിട്ട് നമുക്കൊരു സൊല്യൂഷൻ എന്ന രീതിയിലേ കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് സോൾ ലെവലിൽ ഒരു ഹീലിംഗ് ആവശ്യമാണ് എന്നൊരു ഇൻഫർമേഷൻ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. ഹീലിങ്ങിലേക്ക് നിർബന്ധിതമായിട്ട് ഹീലിങ്ങിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്നത്. ഞാനാണെങ്കിലും ഹീലിങ്ങിനെക്കുറിച്ച് അറിയുന്നതും ഹീലിംഗ് ചെയ്തതുമൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇപ്പോൾ ഹീലിംഗ് അന്വേഷിച്ച് വരുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഇമോഷൻ തന്നെയാണ് ആദ്യം ഹീലാക്കേണ്ടത്. അത് ഹീലാക്കും കഴിയുമ്പോൾ അതായത് നമ്മുടെ സോൾ ലെവലിൽ ഹീലിംഗ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി നമ്മുടെ മൈൻഡ് ലെവലിലും ബോഡി ലെവലിലും ഹീലിംഗ് ഓട്ടോമാറ്റിക്കലി നടക്കും. അതല്ലാതെ നമ്മുടെ സോൾ ലെവലിലെ പ്രശ്നങ്ങളെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാതെ മാറ്റി നിർത്തി നമ്മൾ മൈൻഡ് ലെവലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്താലും ബോഡി ലെവലിൽ നമ്മൾ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഈ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം അവിടെ തന്നെ അവശേഷിക്കും. അത് നമ്മുടെ ലൈഫിൽ എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്ത് പല പല പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. എങ്കിൽ കൂടെ ഞാൻ ഹീലിങ്ങിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ രീതിയിലും എനിക്ക് പറയാൻ പറ്റുന്ന ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.